نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ അനുഗ്രഹീത നിമിഷത്തിലാണ് പ്രിയമുള്ളവരെ നാം നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ, അതിന് സാക്ഷിയാവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ റമളാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ജീവിതത്തിലേക്കൊരു റമളാൻ കടന്നു വരിക എന്നുള്ളത്, ആ റമളാനിനെ കാത്തിരിക്കുന്നവരിൽ വിശ്വാസികളുണ്ടായിരുന്നു, അതല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. വിശ്വാസികളല്ലാത്ത ആൾക്കാർ റമളാനിനെ കാത്തിരുന്നത്, അതിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത് മറ്റു പല ലക്ഷ്യങ്ങളാണ്. കച്ചവട താല്പര്യങ്ങളുള്ളവരുണ്ട്, മറ്റു താല്പര്യങ്ങളുള്ളവരുണ്ട്. എന്നാൽ വിശ്വാസികളെ നാം കാത്തിരുന്ന, നാം കൊതിച്ചിരുന്ന ആ റമളാൻ, നമ്മളതിനെ കാത്തിരുന്നത് ഒട്ടേറെ ലക്ഷ്യങ്ങളോടെയാണ്. നോക്കൂ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗപ്രവേശനം ഈ റമളാനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ കത്തിയാളുന്ന ഭീകരമായ നരകത്തിനുള്ളൊരു മോചനം ഈ വിശുദ്ധ റമളാനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ലക്ഷ്യം വെക്കുന്നുണ്ട്.
പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട ഒരു നല്ല വിശ്വാസിയായി മാറാൻ ഈ വിശുദ്ധ റമദാനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നില്ലേ? നോക്കൂ, ജീവിതം മുഴുവൻ സംസ്കരിക്കപ്പെടണം. ഒരു മുത്തഖിയായി റമദാൻ കഴിയുന്നതോടുകൂടി എനിക്ക് മാറണം. അത് നമ്മുടെ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്ന റമദാനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. ധാരാളം പ്രതിഫലം ലഭിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് നന്മകളുമായി കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കണം. ഈ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് എങ്കിൽ സഹോദരങ്ങളെ പ്രവേശിച്ചു. ആയുസ്സിന് വീണ്ടും നമ്മൾ സാക്ഷിയായി. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റുമോ സഹോദരങ്ങളെ? അങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ റമദാനിനെ വീണ്ടും അതേപോലെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങൾ, ഒരു 12 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 12 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ 12 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങൾ, അതിലൊന്ന് ഒരു നന്ദിയുള്ള മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിക്കുമ്പോ, അനുഗ്രഹങ്ങൾ നൽകുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും നന്ദിയുള്ള ഒരു അടിമയായി മാറേണ്ടതുണ്ട്. ഏറ്റവും വലിയൊരു അനുഗ്രഹ നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഒരു റമദാൻ സാക്ഷിയാവാൻ പറ്റിയ ആയുസ് നോക്കൂ. ഈ പള്ളിയിലെ ഇവിടെ നോക്കുമ്പോൾ തന്നെയും, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോഴും, നമ്മുടെ നാട്ടുകാരിലേക്ക് നോക്കുമ്പോഴും, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നോക്കുമ്പോഴും, നമ്മുടെ കൂട്ടുകാരിലേക്ക് നോക്കുമ്പോഴും, കഴിഞ്ഞ റമദാനിൽ പലരും നമ്മോടൊപ്പമുണ്ടായിരുന്നു, നമ്മുടെ സ്വഫുകളിലുണ്ടായിരുന്നു, നമ്മുടെ കൂടെ പല രൂപത്തിലുണ്ടായിരുന്നു, പല പ്രവർത്തനങ്ങളിലായിരുന്നു. നമ്മളെല്ലാവരും ഈ റമദാനിലേക്ക് പ്രവേശിച്ചപ്പോ അവരിന്ന് നമ്മളോടൊപ്പമില്ല. അവരിൽ പലരും ഖബറിലാണ്, പലരും രോഗാവസ്ഥയിലാണ്, മരുന്നു മണക്കുന്ന റൂമുകളിൽ വേദനയോടെ കഴിയുന്നവരുണ്ട്, ആശുപത്രി വരാന്തകളിൽ, അതേപോലെ തന്നെ അതിതീവ്ര രോഗപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സറിഞ്ഞൊന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, അല്ലാഹുവേ, ഹിദായത്തോടെ ആഫിയത്തോടെ ഈ റമദാനിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള നന്ദി നിറഞ്ഞ ചിന്തകളോടെയല്ലാതെ സഹോദരങ്ങളെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂല. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഒരു നന്ദി നിറഞ്ഞൊരു ചിന്ത, അല്ലെ? നന്ദിയുള്ളൊരു മനസ്സിന്റെ ഉടമയാകാൻ, റബ്ബേ നീ എനിക്ക് ചാൻസ് തന്നല്ലോ, റബ്ബേ നീ എനിക്ക് അവസരം തന്നല്ലോ, റബ്ബേ എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നന്മകളോടൊപ്പം ഈ റമദാനിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും. റമദാൻ ഫലപ്രദമാക്കാൻ നമുക്ക് കഴിയും. ഒന്നാമത്തെ പോയിന്റ് അതാണ് സഹോദരങ്ങളെ. രണ്ടാമത്തെ പോയിന്റ് എന്തറിയോ? ഇത് വിട പറയുന്നവന്റെ റമദാനാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റണം. ഇത് വിട പറയുന്നവന്റെ റമദാനാണ്. അഥവാ അടുത്തൊരു റമദാനിൽ ഞാൻ ഉണ്ടാകുമോ എന്ന് ആർക്കാ പറയാൻ പറ്റുക? ഈ റമദാൻ തന്നെ നമ്മൾ പൂർത്തിയാക്കും എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ എന്റെ ജീവിതത്തിലേക്ക് എന്റെ റബ്ബ് വീണ്ടും അവസരമായി തന്ന ഈ റമദാനിന്റെ അവസാനത്തെ റമദാനാ. ഇനി എനിക്കൊരു റമദാൻ കിട്ടാൻ യാതൊരു പ്രതീക്ഷയില്ലാത്തവരെ പോലെ എന്റെ അവസാനത്തെ റമദാനാണ് എന്ന ചിന്തയിൽ ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇനിയൊരു റമദാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന ആ ഒരു ചിന്തയിലാണ് സഹോദരങ്ങളെ നമ്മൾ ഈ റമദാനിനെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും മനോഹരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അതാണ് മൂന്നാമത്തത് സഹോദരങ്ങളെ, പ്രാർത്ഥനയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ ചിന്തിച്ചതുപോലെ റമദാനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. അത് പറന്നു പോകരുത്. പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ആയുധം. അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ മാസം ഒരു അശ്രദ്ധ, ഈ മാസം ഒരു അലസത, ഈ മാസം ഒരു അലംഭാവം, ഒരു ഗൗരവക്കുറവ് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ,
റബ്ബേ എന്നെ നീ സഹായിക്കണം റബ്ബേ. ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രാർത്ഥന. അലസതയിൽ നിന്ന് രക്ഷ തരണേ അല്ലാഹ്, അശ്രദ്ധയിൽ നിന്ന് രക്ഷ തരണേ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥനകളുണ്ട്. അതേപോലെ തന്നെ റസൂല് പ്രാർത്ഥിച്ചു എല്ലാ രാവിലെയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാം ആ അല്ലാഹുവേ, എന്റെ കാര്യം ഒരു കണ്ണിമ വെട്ടുന്ന നേരം, എങ്ങനെ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും റബ്ബേ എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ എന്നല്ലാണ്ട് റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, എല്ലാം നല്ല രൂപത്തിൽ ചെയ്യാൻ അല്ലാഹുവിന്റെ സഹായം നമ്മളോടൊപ്പം ഉണ്ടാവണം. അതുകൊണ്ട് ചോദിക്കണം റബ്ബിനോട്, പ്രാർത്ഥിച്ച് നേടണം. എല്ലാ കർമ്മങ്ങളും കൃത്യമായി ചെയ്ത് റമദാനിനെ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രാർത്ഥിക്കണം. നാലാമത്തെ പോയിന്റ് എന്താണ് സഹോദരങ്ങളെ? തുടക്കവും ഒടുക്കവും ഒരുപോലെ പ്രധാനമാണ്. രണ്ട് ചിന്തകളാ സ്വാഭാവികമായിട്ട് റമദാനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകുക. ഒന്നാമത്തെ ചിന്ത തരുമോ? തുടക്കത്തിലല്ലേ, ഒന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഖുർആനോത്ത് ചിലപ്പോൾ ഇതുവരെ ആരംഭിക്കാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോ ഒരു പേജ് ഓതിയിട്ട് ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ച് റമദാനിലെ വിലപ്പെട്ട സമയങ്ങള് അങ്ങനെ കളഞ്ഞു കുളിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവും. തുടക്കത്തിലെ ആവേശം, തുടക്കത്തിലെ ഒരു അശ്രദ്ധ അങ്ങനെ ഒടുക്കത്തിലേക്ക് മാറ്റിവെക്ക, അല്ലെങ്കിൽ ഒടുക്കത്തിൽ സജീവാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അത് അപകട. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും, ജമാഅത്തിനൊക്കെ കൃത്യമായിട്ടുണ്ടാവും, ഖുർആനൊക്കെ കൃത്യമായിട്ട് ഓതുന്നുണ്ടാവും. ഓരോ ദിവസം കഴിയുന്തോറും അതങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് രണ്ടും അപകട. തുടക്കവും ഒടുക്കവും ഒരുപോലെ പ്രധാനമാണ്. തുടക്കവും ഒരുക്കവും ഒരുപോലെ പ്രധാനമാണ്. എല്ലാ സമയത്തും കൃത്യമായി പ്ലാൻ ചെയ്തു പോകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തുടക്കത്തിൽ ആവേശം ഒടുക്കം വരെ കൊണ്ടുപോകാനും, തുടക്കത്തിൽ നമുക്ക് കിട്ടിയ സമയത്തെ ഒടുക്കം വരെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം. അല്ലെ, നാളെ ആവട്ടെ, ഇന്നൊരു ജ്യൂസ് ഓതാൻ പറ്റില്ല, നാളെ ഇന്നത്തെയും ആ നാളത്തെയും കൂടി 2 ജ്യൂസ് ഒരുമിച്ച് ഓതാം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുക. അതൊക്കെ അപകടമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സമയം കണ്ടെത്തി അതിനെ നമ്മൾ ചിന്തിച്ച് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. അഞ്ചാമത്തെ പോയിന്റ് എന്തറിയോ? പ്രതിഫലത്തെ അറിയലാണ്, അത് കൊതിക്കലാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ റബ്ബ് തരുന്ന പ്രതിഫലമുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞ് ബോധ്യപ്പെട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാകുക. അത് ഫലപ്രദമാക്കാനുള്ളൊരു താല്പര്യം നമുക്കുണ്ട്. ഞാനിത് ചെയ്താൽ അല്ലേ, തറാവീഹിനൊക്കെ ആ സമയം കൃത്യമായി നിന്ന് നല്ല ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ പറ്റണമെങ്കിൽ അള്ളാഹു അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയണ്ടേ? അള്ളാഹു അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രതിഫലം അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുമ്പോഴാണ് ഏകദേശം ഒരു 12 മണിക്കൂറും 38 മിനിറ്റാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. 12 മണിക്കൂറും 38 മിനിറ്റും നമുക്ക് അനുവദിക്കപ്പെട്ടതൊക്കെ നമ്മൾ മാറ്റിവെക്കാണ്. വെള്ളം മുന്നിലുണ്ട്, നമ്മൾ കുടിക്കണില്ല. ഭക്ഷണം മുന്നിലുണ്ട്, നമ്മൾ തിന്നണില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ രൂപത്തിൽ എല്ലാം മാറ്റിവെച്ച് റബ്ബെനിക്ക് അനുവദിച്ചത് മാറ്റിവെച്ചിട്ട് ഈ ചൂടുകാലത്ത് അങ്ങേറ്റം പ്രയാസം സഹിച്ച് ഞാൻ നോമ്പെടുക്കണത് എന്തിനാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പോഴേ നോമ്പാകുകയുള്ളൂ. അതിന്റെ പ്രതിഫലം ആഗ്രഹിക്കണം, അറിയണം, കൊതിക്കണം, മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പ്രതിഫലം അറിഞ്ഞ് ബോധ്യപ്പെടുത്തി കൊതിച്ച് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആറാമത്തതിന്റെ സഹോദരങ്ങളെ, ആ ഒരു ഭയാനകമായ ഒരു പ്രതിസന്ധിയെ പേടിക്കലാണ്. നമ്മുടെ റമദാൻ നമുക്ക് ഫലപ്രദമാകണമെങ്കിൽ വരാനിരിക്കുന്ന ഭയാനകമായ പ്രതിസന്ധിയെ നമ്മൾ പേടിക്കലാണ്. ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മൾ അതിനെ
ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ വന്നാൽ നമ്മളോടൊപ്പം ആളുകളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, കൂട്ടുകാരുണ്ട്, വീട്ടുകാരും എല്ലാവരുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഒരു വലിയ പ്രതിസന്ധി വരാറുണ്ട്. താങ്ങാനാവാത്ത, സഹിക്കാനാവാത്ത ഒരു പ്രതിസന്ധിയും പ്രയാസവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഏതാണ് ആ പ്രയാസം? അത് തനിച്ചാകുന്ന, ഒറ്റക്കായി പോകുന്ന ഒരു പ്രതിസന്ധിയാണ്. ഒറ്റക്കായി പോകുന്ന പ്രയാസകരമായ ഒരു ഘട്ടമാണ് നമ്മുടെ മൗത്ത്. ആ മരണം മുതൽ ഖബറിലൂടെ അങ്ങനെ നമ്മൾ തനിച്ചായി പോകുന്ന പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ നന്നായി നമ്മൾ ഓർത്തോളി സഹോദരങ്ങളെ. ഈ റമദാനിനെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തും. അത്രമേൽ ഭീകരമായ, പ്രയാസകരമായ ആ പ്രതിസന്ധിയിൽ തനിച്ചായി പോകുന്ന, ആരുമില്ലാത്തൊരവസ്ഥയിൽ ഒറ്റക്കായി പോകുന്ന ആ പ്രതിസന്ധി നമുക്ക് ജയിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കുമ്പോ റമദാൻ ശരിക്കും അങ്ങോട്ട് ആക്റ്റീവ് ആവും. നോക്കൂ, എത്രത്തോളം നമ്മുടെ മനസ്സിനത് ഉണ്ടായി വരണം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം നമ്മൾ ബോധ്യപ്പെടുത്തി വരണം എന്നുള്ളത് ചരിത്രങ്ങളും ആയത്തുകളും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, നാളെ പരലോകത്ത് എല്ലാവരും കടന്നു വരും ഒറ്റക്കൊറ്റക്കായി, തരിച്ച്. കൂട്ടിനാരുമില്ല, മക്കളില്ല, പ്രിയപ്പെട്ടവരില്ല, കുടുംബമില്ല. അങ്ങനെ തരിച്ചു വരുമെന്നാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഏത് രൂപത്തിലാണോ നാം സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ ആ രൂപത്തിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഒറ്റക്കായി ഓരോരുത്തരും തനിച്ചു വരുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ചിന്തയിൽ സദാ ഉണ്ടാവണം. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? റബ്ബിന്റെ അല്ലാഹുവിന്റെ റസൂൽ തിന്മകൾ ചെയ്യാത്ത, നന്മകൾ ധാരാളം ചെയ്ത, ഇന്നലകളിൽ നമ്മൾ നിസ്കരിച്ച തറാവീഹ് രാത്രി നമസ്കാരം അല്ലാഹുവിന്റെ റസൂലിന് നിർബന്ധമായിരുന്നു. എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന റസൂലുള്ളാഹിന്റെ കാലിന്റെ നീര് കണ്ടപ്പോ ആയിഷ ഉമ്മ ചോദിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂലെ എന്തിന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങനെ അമലുകൾ ശ്രദ്ധിച്ച അല്ലാഹുവിന്റെ റസൂൽ ആ റസൂലുള്ളാഹിന്റെ തലമുടി ഒരിക്കൽ കണ്ടപ്പോ, ആ റസൂലുള്ളാഹിന്റെ മുടിയും താടിയൊക്കെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത. അല്ലാഹുവിന്റെ റസൂലേ, എന്തു പറ്റി? ഖദ് ശിബ്ത, മുടിയൊക്കെ ഇങ്ങനെ നരച്ചു പോയിട്ടുണ്ടല്ലോ റസൂലേ, മുടിയും താടിയൊക്കെ നരച്ചു പോയിട്ടുണ്ടല്ലോ റസൂലേ, എന്തു പറ്റി റസൂലേ? അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞത്, അല്ലേ, ജനിച്ച ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയില്ല അബൂബക്കറെ, അതുകൊണ്ടാ എന്നല്ല പറഞ്ഞത്. സ്വന്തം നാടിൽ നിന്ന് നാട് കടത്തിയില്ല അബൂബക്കറെ, അതുകൊണ്ടാ അല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ശയ്യബതനി ഹൂദ് വൽ വാഖിയ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവിറത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അബൂബക്കർ സിദ്ദീഖിനോട് പറയാ, അബൂബക്കറെ, എന്റെ മുടി നരപ്പിച്ചത് ഹൂദ്, സൂറത്തുൽ ഹൂദാണ്. വൽ വാഖിയ, സൂറത്തുൽ വാഖിയാണ്. വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്താണ്. വഅമ്മ യതസാഅലൂൻ, സൂറത്തുൻ നബഅണ്. വഇദ ശംസു കുവിറത്, ഈ സൂറത്തുകളാണ് അബൂബക്കറെ എന്റെ മുടി നരപ്പിച്ചത്. നമ്മളും ഓതിയിട്ടില്ല സുഹൃത്തുക്കളെ ആ സൂറത്തുകൾ, നമ്മളും ഓതിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഓതിയപ്പോ റസൂലുള്ളാഹിന്റെ മുടി നരച്ചുപോയി. എന്തേ? അതിൽ പറയുന്നത് പരലോകത്തെ കുറിച്ചാണ്, ആ ഒറ്റക്കാകുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ്, ആ തനിച്ചാകുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ്. അത് ചിന്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മളത് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ റമദാൻ അങ്ങോട്ട് ആക്റ്റീവായി വരിക, അല്ലേ? നമ്മുടെ റമദാൻ അങ്ങോട്ട് ആക്റ്റീവായി വരിക. വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷയോടൊപ്പം നിൽക്കുകയാണ്. ആയിഷ ഉമ്മയോടൊപ്പം നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലെ, ആയിഷ ഉമ്മ കരയണ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ മാ യുബ്കീക്, ആയിഷ എന്തിനപ്പ കരയണത്? റസൂൽ ആയിഷ ബീവി തമ്മിൽ ഇരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കരയാണ്, വെറുതെ അങ്ങനെ കരയാണ്. ആയിഷ റസൂൽ ചോദിക്കാണ്, മാ യുബ്കീക്, എന്താ ആയിഷ കരയണത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ പറയാ, ദക്കർതുന്നാർ, ദക്കർതുന്നാർ, റസൂലേ, നരകത്തെ ഓർത്തുപോയി റസൂലേ, നരകത്തെ ഓർത്തുപോയി. ഫബകൈത്, അങ്ങനെ ഞാൻ കരഞ്ഞുപോയി റസൂലേ, നരകത്തെ ഓർത്തുപോയപ്പോ ഞാൻ കരഞ്ഞുപോയി. എന്നിട്ട് ആയിഷ ബിബി ചിന്തിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്, ഫഅൽ തസ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്ത്
അങ്ങ് അങ്ങയുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കൂലേ? അങ്ങ് അങ്ങയുടെ ഭാര്യയെ കുറിച്ച്, അങ്ങയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ കുറിച്ച് അള്ളാന്റെ റസൂലേ അങ്ങ് ഓർക്കൂലേ? റസൂൽ എന്താ പറയാ? അമാ ഫീ സലാസതി മവാതിന ഫലാ യദ്കുറു അഹദൻ അഹദാ. ആയിഷ, 3 സന്ദർഭങ്ങളിൽ, നാളെ പരലോകത്ത് 3 സന്ദർഭങ്ങളിൽ പരസ്പരം ഓർക്കാൻ കഴിയില്ല ആയിഷ. ഒന്ന് സഹായിക്കാൻ പോലും കഴിയാത്ത 3 സന്ദർഭങ്ങൾ വരാനുണ്ട്. ഒന്ന്, നമ്മുടെ അമലുകൾ തൂക്കി കണക്കാക്കപ്പെടുന്ന മീസാനിന്റെ അടുക്കൽ വെച്ച് നടക്കൂല എന്നാണ്. അതോടൊപ്പം തന്നെ രേഖ കയ്യിൽ കിട്ടുന്ന വേളയിൽ, അതേപോലെ തന്നെ നരകത്തിന്റെ മുകളിൽ സുറാത്തിന്റെ പാലത്തിന് സമീപം ആയിഷ പരസ്പരം ആർക്കും ഓർക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഈ ചിന്ത നമ്മളിൽ ഉണ്ടാവുമ്പോ നമ്മുടെ റമദാൻ ആക്റ്റീവ് ആവും. സ്വഹാബത്തിനെ പറ്റി പറയാറുണ്ട്, അവരിങ്ങനെ ചിന്തിക്കുമ്പോ കൂടുതലുള്ള ആൾക്കാർ ചോദിക്കും, എന്തു പറ്റി, എവിടെ എത്തി? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോ നമ്മളെന്താ പറയാ? കച്ചവടത്തെ കുറിച്ചാ പറയാ, പെൺകുട്ടികളെ കല്യാണം കഴിക്കേണ്ട വിഷയമാണ് പറയാ, അല്ലെ? അങ്ങനെ ദുനിയാവിന്റെ ഒന്നും ആടില്ലടാ, ഒന്നും ശരിയാവണില്ല, ഒന്നും നടക്കണില്ല, അങ്ങനെ നമ്മൾ പറയാ. അല്ലാഹു റസൂലിന്റെ സ്വഹാബത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണ ആ സമയത്ത് അവരൊരു എവിടെത്തി? അവർ വരെ സുറാത്തിലെത്തി. ചിന്തിക്കണം, മരണം, മരിച്ചാലുള്ള ഖബറ്, പരലോകം, ഇങ്ങനെ അവർ ചിന്തിക്കണം. എന്റെ അമലുകൾ കയ്യിൽ കിട്ടണത്, അവിടെ റബ്ബിന്റെ ചോദിക്കപ്പെടുന്നത്, അങ്ങനെ ചിന്തിച്ച് അവർ സുറാത്തിലെത്തി. അങ്ങനെയാണ് അവർ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ചിന്ത നമ്മളിൽ ഉണ്ടായാൽ റമദാൻ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തും. ഒറ്റക്കാകുന്ന പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ എനിക്ക് താങ്ങും തണലുമായി എന്റെ കർമ്മങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ചിന്തിക്കുമ്പോ റമദാൻ ശരിക്കും ഉപയോഗപ്പെടുത്തും. 7ാമത്തെ പോയിന്റ് എന്തറിയോ? പരലോകത്ത് വിജയിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, അല്ലേ? ഒന്നുമില്ല എന്ന് ചിന്തിക്കല. നമുക്കൊക്കെ എന്തൊക്കെയോ ആയി എന്നാണ് നമ്മൾ വിചാരിക്കുക. ഒരുപാട് എന്തൊക്കെയോ നമ്മുടെ കയ്യിലുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ വിചാരിക്കണം, അല്ലെ? അതുകൊണ്ട് തന്നെ ഇശ കിട്ടാതെ തറാവിക്ക് വന്നാൽ നമുക്കൊരു ടെൻഷനും ഇല്ല. ഇശ കിട്ടാതെ തറാവീഹിന് മഹത്തർ വന്ന് നിസ്കരിച്ചിട്ട് അങ്ങനെ പോകുമ്പോ നമ്മുടെ മനസ്സിലൊരു ബേജാറുമില്ല. സ്വതക്ക ചെയ്യാനൊരു അവസരം കിട്ടിയിട്ട് അവിടെ ചെറിയൊരു പൈസ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കണില്ല, ആ അവസരം മുതലാക്കണില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല, അപ്പോഴും നമുക്കൊരു ടെൻഷനുമില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല സഹോദരങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് റമദാനിൽ വാരെടുക്കാൻ നമുക്ക് പറ്റുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോവാണ്, യാത്ര പോവാണ്. അന്ന് ഒരു വാഹനത്തിൽ 3 ആളുകളെയാണ് റസൂൽ നിശ്ചയിച്ചത്. റസൂലും അലി റളിയല്ലാഹു അൻഹു, അബൂ ലുബാബയും, അങ്ങനെ 3 ആളാണ് ഒരു ഒട്ടകത്തിന്റെ മുകളിലുള്ളത്. റസൂലുള്ളാഹി ആദ്യം ഒട്ടകത്തിന്റെ മുകളിൽ കയറി യാത്ര ആരംഭിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി ഇറങ്ങാൻ തീരുമാനിച്ചു. അലി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടിട്ട് പറയാ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇറങ്ങല്ലേ റസൂലേ, ഞങ്ങൾ നടന്നോളാം റസൂലേ, നിങ്ങൾ ഇറങ്ങല്ലേ, ഞങ്ങൾ നടന്നോളാം. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയിട്ട് പറയാലേ, ഇങ്ങനെ ബദറിലേക്ക് നടക്കാൻ മാത്രം പാകത്ത് കഴിവെനിക്കുണ്ട്. മാത്രല്ല അലി, നാളെ പരലോകത്തെ അമലുകൾ കൊണ്ട് ഈ മുഹമ്മദ് ധന്യനല്ല. ഈ മുഹമ്മദ് ആരെ പറയണത്? അല്ലാഹുവിന്റെ റസൂൽ പറയണത് ധന്യനല്ല. അങ്ങനെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ റമദാനിൽ വാരിക്കോരിയെടുക്കാൻ നമുക്ക് പറ്റുക. നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫളലും മഹത്വവും ഒട്ടേറെ നമുക്കറിയാം. അത്രമാത്രം സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടു ഉമറിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല്. അത്രമേൽ ഫളലുള്ള, അത്രമേൽ മഹത്വമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പർവതക്ക് മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അവർ 3 പേര് നിൽക്കുന്ന സമയത്ത് ഉഹദ് ചലിച്ചു പോയി, ഉഹദ് ഉറച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ചവിട്ടോട്ടിട്ട് ഉഹദിനോട് പറയേണ്ടു, ഉഹദേ ഒന്നടങ്ങ്. നിന്റെ മുകളിൽ ആരുള്ളതറിയോ? ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, 2 ഷഹീദുമാരാണ്. അതുകൊണ്ട് ഒന്ന് അടങ്ങുമാരെ, അടങ്ങുഹദേ എന്നാണ് പറഞ്ഞത്. അത്രമേൽ മഹത്വമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗണ്ടെന്ന് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോ ആ സദസ്സിൽ ഉമറുണ്ടാനുണ്ട്. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് മഹത്വമുള്ള ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അറിയോ, നാളെ പരലോകത്ത് അല്ലാഹു എല്ലാവരും സ്വർഗത്തിലാണ്, ഇല്ലാ റജുല, ഒരാളൊഴികെ എന്നെങ്ങാനും അല്ലാഹു നാളെ പരലോകത്ത് പ്രഖ്യാപിച്ചാൽ ഈ ഉമർ ഭയപ്പെട്ടു പോകും. ആ ഒരാൾ ഉമറായി പോകുന്നു, പേടിച്ചു പോകും. ആ ഒരാള് ഉമറായി പോകുന്നു, പേടിച്ചു പോകും. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു അങ്ങനെ പ്രഖ്യാപിച്ച ആ ഒരാള് ഉമറായി പോകുന്നു, പേടിച്ചു പോകും. ആരെ പറയണത്?
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, മരിക്കണ സമയത്ത് മകനോട് പറയുന്നുണ്ട്, മോനെ ഈ ഉമറിന്റെ കവിള്, ആ രക്തം പുരണ്ട കവിള് മണ്ണിൽ അള്ളാഹുവിനൊന്ന് ഒരു ദയ തോന്നട്ടെ ഈ ഷഹീദിനോട്, ഈ ഉമറിനോട് എന്ന് പറഞ്ഞാണ് പറയുന്നത് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല സഹോദരങ്ങളെ. എല്ലാം നേടിയെടുക്കേണ്ട ഒരു മാസം ഇത് എന്ന ചിന്ത ഉണ്ടാവുമ്പോ ഒരു തറാവിയും പോവില്ല, ഒരു സുജൂദും കുറയൂല, ഒരു റകഅത്തും നമുക്ക് നഷ്ടപ്പെടൂല, ഒരു സുന്നത്തും നമ്മൾ മാറ്റിവെക്കൂല, നോമ്പ് അങ്ങനെ കളഞ്ഞു കുളിക്കൂല. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാവണം. മറ്റൊന്ന്, നിഷിദ്ധങ്ങളോടുള്ള നിലപാട് കർശനമായി തുടരണം. അല്ലെ, വലിയ നിഷിദ്ധങ്ങളൊന്നും നമ്മളിപ്പോ ചെയ്യൂല. വ്യഭിചാരോ അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളോ ഒന്നും നമ്മൾ ചെയ്യൂല, ഇതൊക്കെ നമ്മൾ മാറിക്കും. പക്ഷെ എന്നാലും ചിലതൊക്കെ ഉണ്ടാവും. ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ തുറന്നു നോക്കണ സമയത്ത് അറിയാതെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ തോണ്ടിയോണ്ട് അറിയാതെ പോകുമ്പോ ഒരു കോമഡി കണ്ട ചിലപ്പോ അവിടെ ഇരിക്കും, അല്ലെ വേറെ റീൽസ് കണ്ട അതമ്മ കൂടും. അങ്ങനെ കൂടുന്നൊരു സ്വഭാവം ഉണ്ടാവും. സഹോദരങ്ങൾ, നിലപാടിലൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. കർശനമായി ഹറാമുകളോടൊരു നിലപാട്, ആ നിലപാടിൽ അങ്ങനെ തന്നെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റണം. അതാണ് എട്ടാമതായി പറയുന്നത്. ഒമ്പതാമതായിട്ടുള്ളത്, റബ്ബ് അനുവദിച്ച ഹലാലാക്കപ്പെട്ട കാര്യങ്ങൾ പോലും കുറക്കാൻ നമുക്ക് പറ്റണം ഈ റമദാനിൽ. തെറ്റായിട്ട് പറയല്ല കേട്ടോ, അനുവദിക്കപ്പെട്ടതുപോലെ ഒന്ന് മാക്സിമം മാറ്റി നിർത്താം. യാത്ര അനുവദിക്കപ്പെട്ടതാ, അങ്ങാടിയിലൊക്കെ പോവാ, പ്രശ്നമൊന്നുമില്ല, അല്ലേ, കളിക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ കുറക്ക, ഈ റമദാനിൽ കുറക്ക, ഹലാല് പോലൊന്നും കുറക്ക, നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ. തെറ്റൊന്നല്ല, പക്ഷേ യാത്രയും അങ്ങാടി പോക്കും കൂരെ ഓരോ സമയത്ത് ഇങ്ങനെ അങ്ങാടി പോയിട്ട് സാധനം വാങ്ങിട്ട് വരിക, അതൊക്കെ മാക്സിമം കുറക്കാം. പ്ലാൻ ചെയ്താൽ അതൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ യാത്രകളും അതേപോലെ തന്നെ കൂട്ടുകാരെത്തിച്ചിരിക്കും, സമയം കുറവ്. അങ്ങനത്തെ ഒരു ഇരുത്തേ വേണ്ട, അങ്ങനെ ഒരു ഇരുത്തേ വേണ്ട. പരമാവധി പള്ളിയിൽ ഒരുമിച്ച് കൂടാനും പള്ളിയിലിരിക്കാനും സമയം കണ്ടെത്തുന്നല്ലാതെ വെറുതെ അവിടെ ഇരുന്നിട്ട് നോമ്പ് മുറിക്കുന്നത് വരെ ഒരു അരമണിക്കൂർ വർത്താനം പറയാം. സഹോദരങ്ങളെ, വേണ്ട നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഫലപ്രദമാക്കിയ ഈ റമദാനിനെ ഫലപ്രദമാക്കാൻ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. പത്താമത്തത്, ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം, ഷെഡ്യൂളോട് പ്ലാൻ ഉണ്ടാവണം. അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കില്ലേ, പ്ലാൻ ഉണ്ടാക്കില്ലേ, അതുപോലൊരു ഷെഡ്യൂൾ ഈ റമദാനിൽ ഉണ്ടാവണം. എപ്പോൾ ഉറങ്ങണം, ഏത് സമയത്ത് ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എത്ര ഉറങ്ങണം, ഉറക്കമൊക്കെ പരമാവധി കുറക്കലാണ്. എത്ര ഉറങ്ങണം, ഓരോ വഖത്തിലും ഏത് സമയത്ത് പള്ളിയിലേക്ക് വന്നാൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എത്ര പേജ് ആ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റും, റവാത്തിബ് നിസ്കരിക്കാൻ പറ്റും, എത്ര തവണ ഏത് സമയത്താണ് ഞാൻ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. ഷെഡ്യൂളും പ്ലാൻ ഉണ്ടാക്കണം. എന്തൊക്കെയാണ് അല്ലെ, എന്തൊക്കെയാണ് എക്സ്ട്രാ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത കുറെ കർമ്മങ്ങളുണ്ട്. ളുഹാ നിസ്കാരം, അത് റമദാനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കൽ, അതിന്റെ പുണ്യം എനിക്ക് കിട്ടണം. ഇങ്ങനെ എന്തൊക്കെയാണ് എക്സ്ട്രാ ഞാൻ ചെയ്യേണ്ടത് എന്നൊരു ഷെഡ്യൂൾ, ഒരു പ്ലാൻ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതേപോലെ എന്റെ റബ്ബിനോട് ഞാൻ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എഴുതി വെക്കണം സഹോദരങ്ങൾ. ഏതൊക്കെ പ്രാർത്ഥന, എന്തൊക്കെ ഞാൻ ചോദിക്കണം, എന്തൊക്കെ എന്റെ റബ്ബിനോട് ഞാൻ പറയണം. ഒരു നോമ്പുകാരനായി എന്തൊക്കെ ഒരു റമദാനിൽ ഞാൻ എന്റെ റബ്ബിനോട് പറയണം. ലിസ്റ്റ് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യണം. ആ രൂപത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ ഏതൊക്കെ സംരംഭത്തിന് ഞാൻ കൊടുക്കണം. എത്രയോ സംഭാവനകളും ഡൊണേഷനും വേണ്ടി ആൾക്കാർ ഇങ്ങനെ വരികയാണ്. ഏതൊക്കെ സംരംഭത്തിന് നമ്മൾ കൊടുക്കണം. ചിലപ്പോ സ്ഥാപനങ്ങൾ ഉണ്ടാവും, അറബിക് കോളേജുകൾ ഉണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, പള്ളി ഉണ്ടാവും, മദ്രസ ഉണ്ടാവും. അങ്ങനെ പല രൂപത്തിലുള്ള ഡൊണേഷനുകൾ റമദാനിൽ വരും. അല്ലെ, സ്വതക്കകൾ ധാരാളമായി നടക്കും. ഏതൊക്കെ ഞാൻ കൊടുക്കണം, മുൻഗണന വെക്കുക. അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ വരേണ്ടത് നമ്മൾ സുജൂദ് ചെയ്യുന്ന ഈ പള്ളിയാണ്. നമ്മൾ സുജൂദ് ചെയ്യുന്ന, നമ്മൾ ഖുതുബ കേൾക്കുന്ന, നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ആരാധനകളും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളിയെ നമ്മൾ ചേർത്തു വെക്കണം. ധാരാളമായി റമദാനിൽ സ്വതക്ക ചെയ്യാൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ സഹോദരങ്ങളെ, സ്ത്രീകളും എല്ലാവരും ഒരു അറിഞ്ഞു വരിക. ഇന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കാര്യമായിട്ടൊന്ന് കൊടുക്കണം, പള്ളിയിലേക്കാണ് ഞാൻ പോണത്, അപ്പൊ കാര്യമായിട്ടൊന്ന് കൊടുക്കണം. അങ്ങനെ അറിഞ്ഞ് നമ്മുടെ ഈ പള്ളിയെയും ആ സ്വതക്കയുടെ ലിസ്റ്റിൽ ഒന്നാമതായി ചേർക്കാൻ നമുക്ക് പറ്റണം. 11ാമത്തെ എന്താണ്? ഭക്ഷണം നിയന്ത്രിക്കലാണ്. ഭക്ഷണം നിയന്ത്രിക്കുക, ഭക്ഷണം പരമാവധി കുറക്കുക. അല്ലെ, ഭക്ഷണം കുറക്കുന്നതിന് പകരം അമിതമാക്കുന്ന ഒരു ശീലമാണ് കാണുന്നത്. ഭക്ഷണം കൊടുത്തുള്ള ഏറുകളിയായിരിക്കും, ഒക്കെ കുറക്കുക. വീട്ടിലേക്ക് അത്തരം ഡിസ്കഷൻ നടക്കുക. നമുക്ക് വീട്ടിൽ എന്താ വേണ്ടത്, ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി, ഇത്രേ വേണ്ടൂട്ടോ, ഇത്രേ വേണ്ടു. അതുകൊണ്ട് അവരോട് പറയാം, നിങ്ങൾ എപ്പോൾ അടുക്കളയിൽ കയറേണ്ടത് ഇന്ന സമയത്ത് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി, അത്രേ വേണ്ടു, അതിന്റെ അപ്പുറത്തൊന്നും വേണ്ട എന്ന് പറയാൻ കഴിയും. കണ്ണൂർ ജില്ലയിൽ ഒരു നാട്, ഒരു പ്രദേശത്തിൽ ഒരു തീരുമാനം, അവരുടെ നാട്ടിൽ ഇതേപോലെ പള്ളിയില്ല.
അതേപോലെ ഒരു പള്ളിയില്ല, അവിടെ തൊട്ടടുത്ത കുറച്ചപ്പുറത്തുള്ള സലഫി പള്ളിയിൽ പോയിട്ട് തറാവീഹും അതേപോലെ തന്നെ അവിടുത്തെ ഇബാദത്തിലൊക്കെ ആകാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തറിയും. അസർ കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വന്നാൽ ഒന്നിച്ച് ആ നാട് മുഴുവൻ ആ പള്ളിയിലേക്ക് പോകും. എന്നിട്ട് അവിടെ നോമ്പ് മുറിച്ച് ചെറിയൊരു ഈത്തപ്പഴവും ബത്തക്കയും അതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നോമ്പ് മുറിച്ച് മഗ്‌രിബ് നിസ്കരിച്ച് ജമാഅത്തോടെ കുറെ അവിടെ ഖുർആൻ ഓതി ഈശ ജമാഅത്തോടെ നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകും. അതേപോലെ പ്ലാൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അതേപോലെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാല് സന്തോഷകരമായ റമദാനിനെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കും. റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 12ാമതായി പറയുന്നത് ഖുർആനിനെ നമ്മുടെ കൂട്ടുകാരനാക്കുക, സ്വാഹിബുൽ ഖുർആൻ. അല്ലെ, ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധം വേണ്ടത്, ഏറ്റവും വലിയ കൂട്ടുകാരനായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. കയ്യിൽ നിന്ന് വെക്കാൻ പാടില്ല, കയ്യിൽ നിന്ന് താഴെ വെക്കാൻ പാടില്ല. ഖുർആനുമായിട്ടുള്ള വലിയൊരു ബന്ധം. കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസാണിത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസാണ്. അറിയാം നമുക്ക്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഈ വിശുദ്ധ റമദാനിൽ ഉണ്ടാവണം. എന്തൊക്കെയാ വേണ്ടത്? പാരായണം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം. അത് നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. നോക്കൂ, നഷ്ടമില്ലാത്ത കച്ചവടമായ അല്ലാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആനൊക്കെ പഠിപ്പിച്ച ആ ഒരു ഇബാദത്ത് ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാമുരൊക്കെ പറഞ്ഞ റമദാൻ എന്ന് പറഞ്ഞ ഖുർആനൊത്താണ്. അതേപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഇതാണ് റമദാൻ. അല്ലേ, അവരെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ അക്ഷരത്തിനും പുണ്യുണ്ട് സഹോദരങ്ങളെ. അത് റമദാനിനാവുമ്പോ ആ പുണ്യ ഇരട്ടില്. റമദാനിനാവുമ്പോ ഒരു അക്ഷരത്തിന് 10 നന്മയാണെങ്കിൽ റമദാനിനാവുമ്പോ ഇരട്ടിയാണ്. അതുകൊണ്ട് എത്രത്തോളം ഓതി തീർക്കാൻ പറ്റുമോ അത്രത്തോളം സമയം കണ്ടെത്തി വിശുദ്ധ ഖുർആനുമായി ഒരു കൂട്ടുണ്ടാക്കാൻ, അത് പാരായണമായിട്ടും അതേപോലെ തന്നെ മറ്റെല്ലാ രൂപത്തിലും ഒരു ബന്ധം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. നോക്കൂ, സലഫുകൾ റമദാനിൽ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചങ്ങനെ വരും. ഇമാം മാലിക് റഹിമഹുള്ളാഹിനെ പറ്റി ചോദിച്ചു, സഹോദരിയോട് ചോദിക്കുകയാണ്, വീട്ടിലെത്തിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് റമദാനായാലും ഇമാം മാലിക് റഹിമഹുള്ളാഹി എങ്ങനെയാണ് വീട്ടില്? അദ്ദേഹം ഖുർആൻ നിന്ന് കയ്യിൽ നിന്ന് താഴെ വെക്കാറില്ല. ഖുർആൻ തന്നെയാണ്. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഖുർആനിൽ അങ്ങനെ തന്നെയായിരുന്നു. ഖുർആൻ പാരായണത്തില്ല. നമ്മളെപ്പറ്റി ചോദിക്കുമ്പോൾ വീട്ടിലൊക്കെ കയറിയാല് ആദ്യം മൊബൈലൊക്കെ ചിലപ്പോൾ ശീലിച്ചു ഒക്കെ ഒന്ന് മാറ്റി വെക്കും. എന്നിട്ട് ഖുർആൻ എടുത്തിട്ട് പള്ളിയിൽ കയറിയ ഖുർആൻ, സമയം കിട്ടുമ്പോഴൊക്കെ ഖുർആൻ, യാത്രയിൽ ഖുർആൻ, ഇതൊക്കെ നമ്മുടെ സംവിധാനം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. സലഫുകൾ ഓരോ 3 ദിവസം കൂടുമ്പോഴും നിസ്കാരത്തിൽ, രാത്രി നമസ്കാരത്തിൽ ഖുർആൻ ഓതി പൂർത്തിയാക്കുന്നതാണ് നിസ്കാരത്തിൽ. അതിനു പുറമെ വേറെയും നമ്മുടെ മുൻഗാമികൾ അവർക്ക് അത്ര ബന്ധമുണ്ടായിരുന്നു. നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. എത്ര ജുസ്, എത്ര ഖത്തം തീർക്കണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് സഹോദരങ്ങളെ. അത് ആ പ്ലാൻ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കൂടുതലായിട്ട് ഖുർആനുമായി ബന്ധമുണ്ടാക്കാൻ പറ്റും, മനപ്പാടാക്കാൻ. ഒരു സൂറത്തെങ്കിലും ഈ റമദാൻ കഴിയുമ്പോൾ എനിക്കൊന്ന് പഠിക്കണം. ശ്രമിച്ചാൽ കഴിയൂലേ? ഒരു സൂറത്തെങ്കിലും ഈ റമദാൻ കഴിയുമ്പോഴേക്ക്. ഞാൻ ഇന്നൊരു സുഹൃത്തിനെ കണ്ടു, ഓരോ ഫാമിലി, ആ ഫാമിലി എടുത്ത തീരുമാനം തരും, ഞാൻ ഇന്ന സൂറത്ത്, ഭാര്യ ഇന്ന സൂറത്ത്, എന്റെ ചെറിയ മോൻ, ആ മോന് ഇന്ന സൂറത്ത്, അത് ഹാഫിളാക്കല്, എന്നിട്ട് പരസ്പരം ഓതി കേൾപ്പിക്കല്. എന്തൊരു മനോഹരാണ് സഹോദരങ്ങളെ. അങ്ങനെയുള്ള പ്ലാൻ വിശ്വാസിയുടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മളോടൊപ്പം ഉണ്ടാവണം. മറ്റെന്താ, പാരായണം ചെയ്യുന്ന, മനപ്പാടാക്കുന്ന ഖുർആൻ, അതിന്റെ അർത്ഥങ്ങൾ അറിയാൻ അത് പഠിക്കൽ തന്നെയാണ്. ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇമാമൊക്കെ നിൽക്കുന്ന സമയത്ത് ആ തറാവീഹിലൊക്കെ ഇങ്ങനെ ഓതുമ്പോ നമ്മുടെ മനസ്സ് അതിനോടൊപ്പം സഞ്ചരിക്കണമെങ്കിൽ അതിന്റെ ആയത്തിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് വായിക്കാനും പഠിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോവുക. റബ്ബ് എല്ലാ അർത്ഥത്തിലും ഒരുപാട് നന്മകൾ ചെയ്ത് ഈ വിശുദ്ധ റമദാനിനെ ശരിയാവണ്ണം ഉപയോഗപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ഈ മതത്തെ പൂർണ്ണമായി നെഞ്ചിലേറ്റി
ഇസ്സത്തോടെ ജീവിക്കാൻ, അങ്ങനെ തന്നെ ഈ ലോകത്ത് വിട പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമായ തിന്മകളും നീ പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ തിന്മകളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, വൃത്തികളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ യുവാക്കളെയും യുവതികളെയും വിദ്യാർത്ഥിനികളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ രോഗത്തെ തൊട്ട്, അപകട മരണത്തെ തൊട്ട്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ എളുപ്പം ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനോടുകൂടി നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل